ഈ റിവ്യൂവിങ് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ അതിന്റെ ഒരു വേർഡിറ്റും കൂടി വരികയാണല്ലോ. അപ്പോ ഇപ്പൊ ഒരു പോപ്പുലറായ റിവ്യൂ ഒരു പടത്തിനെ പറ്റി മോശം പറഞ്ഞാൽ അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ പോലും അയാളെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തോട്ടിൽ ആ സിനിമ കാണാതെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പോ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ഒരു റിവ്യൂവർക്ക് ഭീഷ്മ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പേഴ്സണലി അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂസ് ഫോളോ ചെയ്ത് അശ്വന്ത് ഗോക്കായിട്ടുള്ള റിവ്യൂസിനോടുള്ള അടുപ്പം കാണിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഭീഷ്മ ഇഷ്ടമുള്ള സിനിമയാണ്, എന്റെ ഏറ്റവും ഗോട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വളരെ എസ്തെറ്റിക്കലി ഷോർട്ട് സിനിമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഈ റിവ്യൂവേഴ്സിന്റെ അഭിപ്രായത്തിന്റെ പുറത്ത് അവരുടെ ഒരു ഇന്റലിജൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്സെപ്റ്റൻസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ അവസ്ഥ അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് പറയാനുള്ളത്, ഈ റിവ്യൂ പറയുന്ന ഒരാളുടെ മാത്രം അഭിപ്രായമല്ല ഒരു സിനിമയുടെ വിജയവും പരാജയവും. അതിനൊരു സമയം കൊടുക്കണം. ഒരു സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാർ പരസ്പരം പറഞ്ഞ് ഒന്നുകിൽ ആ സിനിമ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ വിജയിക്കുന്നു. ആദ്യമേ തന്നെ റിവ്യൂവർ പറയുകയാണ് ഈ സിനിമ കൊള്ളത്തില്ല എന്നങ്ങ് പറഞ്ഞ് പരത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സിനിമയുടെ പിന്നിൽ എഫേർട്ട് മാത്രമല്ല, ഒരുപാട് പേരുടെ എഫേർട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരുപാട് കോടികൾ മുടക്കിയാലേ ഒരു സിനിമയാവുള്ളൂ. പിന്നെ ഇൻഡസ്ട്രി നിലനിൽക്കണം. ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നുകൊണ്ട് ഇറങ്ങുന്ന സിനിമ മുഴുവൻ സൂപ്പറാണെന്ന് പറയുന്നുള്ള അർത്ഥത്തിലല്ല. കുറച്ച് സമയം, ഒരു 3-4 ദിവസം സമയം ഇയാളൊന്ന് പഠിക്കണം. ഈ സിനിമ എനിക്ക് മാത്രമാണോ മോശമായിട്ട് തോന്നിയത്? ഒരു 2-3 ഷോയ്ക്ക് കയറി മറ്റുള്ളവരുടെ കൂടെ ഇരുന്നൊന്ന് കാണണം. അവരത് എൻജോയ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അങ്ങനെ പറയാം. സിനിമയിലെ പല സംഗതികളും എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാൻ പല തിയേറ്ററിൽ സിനിമ കണ്ടു. അവിടെ ഇരിക്കുന്നവർ ആ സിനിമ ആസ്വദിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഇതിനെ കുറ്റം പറയുന്നത് എന്ന് പറയുന്ന ഒരു റിവ്യൂ സ്റ്റൈല് വരാമെങ്കിൽ സൂപ്പർ. എന്താ പേഴ്സണലി യോജിക്കാൻ പറ്റാത്ത ഇപ്പോഴത്തെ പുതിയ കാലത്തെ സിനിമയായിട്ട്? ഏത് സിനിമ? ഇപ്പൊ പുതിയ കാലത്തെ സിനിമകളിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ ഡിജിറ്റൽ വന്നതിന് ശേഷം പഠിക്കാതെയും ഒന്നും ആലോചിക്കാതെയൊക്കെ സിനിമ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 1.5 കോടി 2 കോടിയൊക്കെ കയ്യിൽ കിട്ടിയാൽ ചുരുട്ടിക്കുട്ടി ഒരു സിനിമ എടുക്കാനുള്ള അങ്ങനത്തെ ഒരു ഉണ്ട്. നമുക്കൊന്നും അത് അറിഞ്ഞുകൂടാ. നമുക്കൊരു മാന്യമായ ബഡ്ജറ്റിൽ സിനിമ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ എടുത്ത് വരുന്ന ഒരുപാട് സിനിമ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രവാസി സിനിമ എടുക്കാനൊക്കെ വരുമ്പോഴേ അവർക്ക് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണെങ്കിൽ മലയാള സിനിമയിൽ ആകെ 5 സിനിമയെ ഓടിയുള്ളൂ കഴിഞ്ഞ വർഷം. ബാക്കിയെല്ലാം ലോസാണ്. എത്രയോ ആയിരക്കണക്കിന് കോടി മലയാള സിനിമ നഷ്ടത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ കേട്ട് അവരങ്ങ് തിരിച്ചു പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് പഠിച്ചിട്ട്, പിന്നെ ഈ ഒന്നും പഠിക്കാതെ എടുക്കുന്ന ചില സിനിമ കളിക്കുന്നുണ്ട്, നല്ല സിനിമയുണ്ട്. അതെങ്ങനെ പറയാം? ഇപ്പൊ ബാലേന്ദ്ര മേനോൻ സാറ് പണ്ട് സിനിമ പഠിച്ചിട്ടല്ല സിനിമയിൽ, അദ്ദേഹം ഒരു വീക്കിലിയുടെ ജേർണലിസ്റ്റായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി സ്വയം സ്ക്രിപ്റ്റ് എഴുതി ഒരു നല്ല പ്രൊഡ്യൂസറെ കിട്ടിയപ്പോൾ ഒരു സിനിമ പുള്ളിയുടെ സ്വന്തം രീതിയിൽ പുള്ളിക്ക് ക്യാമറ ആംഗിള് പുള്ളി ക്യാമറമാനായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു 3-4 സിനിമ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറെ ലെവലിൽ ആളായി. അദ്ദേഹം അത് പ്രൂവ് ചെയ്ത് കൊടുത്തത് പഠിക്കാതെയും ചെയ്യാം എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്ത അപൂർവ സംവിധായകരുള്ള ആളാണ് ബാലേന്ദ്ര മേനോൻ സാറ്. അങ്ങനെ പറ്റുന്നവരുണ്ട് ഇപ്പോഴും, പക്ഷെ എല്ലാവർക്കും അത് പറ്റുമോ? എല്ലാവർക്കും പറ്റില്ല. അപ്പൊ അങ്ങനെ പരാജയപ്പെടുന്ന സിനിമകളുടെ എണ്ണം കൂടുമ്പോൾ ഇൻഡസ്ട്രിയെ ബാധിക്കും. അത്തരം സിനിമകളെ ഈ റിവ്യൂ പറയുന്നവർ ചെന്നിരുന്ന് സൂപ്പർ എന്ന് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനും വേണമെങ്കിൽ 2 ദിവസം സമയം കൊടുക്കണം. ഇപ്പൊ സാറിന്റെ സിനിമകളിലെ പല ക്യാരക്ടേഴ്സും പറയുന്ന കാര്യങ്ങളും ഡയലോഗുകളും മറ്റ് സിനിമകളിൽ റെഫറൻസ് ആയിട്ട് വരികയും അല്ലെങ്കിൽ പോപ്പ് കൾച്ചർ റെഫറൻസിലും ട്രോളുകളിൽ അത് ഒരുപാട് നിറയുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരുപാട് കഴിവുകളുള്ള ഒരാൾ, അതായത് ഇപ്പൊ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും IT അറിയാവുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി ജനറൽ നോളജിന്റെ സൈഡിലൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ പോപ്പുലർ റെഫറൻസിൽ വരുന്ന ഒരു ഡയലോഗാണ് രാമനാഥന് ഇപ്പൊ ഇതും വശമുണ്ടോ എന്നുള്ളത്. അത് ഇപ്പൊ ഗുരുവായൂരമ്പല നടയിൽ ഒരു സീനായിട്ട് വരുന്നുണ്ട്, ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ആ സിനിമയ്ക്ക് അപ്പൊ കുറച്ചുകൂടി ഒരു ലൈഫ് കിട്ടുകയാണ് ട്രാവൽ ആവാൻ വേണ്ടിയിട്ട്. രാമനാഥൻ സത്യം പറഞ്ഞ കഥാനായകൻ അത്രയും കഴിവുകൾ കൊടുക്കേണ്ടിയിരുന്നില്ല സ്ക്രിപ്റ്റ് വൈസ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കൊടുത്തേ പറ്റുമോ? അതിനകത്ത് ഒന്നാമത്തെ കാര്യം, കഥാനായകൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ പോലും ആ അച്ഛന് ചേർന്നതാണ്. പയ്യാരത്ത് പത്മനാഭൻ നായർക്കാണ് വാസ്തവത്തിൽ കഥാനായകൻ എന്നുള്ള ടൈറ്റിൽ ചേരുന്നത്. അപ്പോൾ ജയറാമന് കത്ത് വയ്ക്കുന്ന സമയം എൻ്റെ കൂടെ സിനിമകൾ ഇങ്ങനെ ചെയ്യുന്ന സമയമാണ്. വേണമെങ്കിൽ ജയറാമിന് കയറി ഉറക്കം. ഇതിപ്പോൾ അങ്ങനെയാണല്ലോ കിടന്ന് സ്കോർ ചെയ്യുന്നത്. നമുക്കത് ശരിക്കും പറഞ്ഞാൽ 86 സീനിൽ മറ്റും അയാൾ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിന് 75-76 സീനുകളുള്ള അതിനകത്ത്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഷോട്ട് കൊണ്ടും ഇത്തരം ഡയലോഗ് കൊണ്ടുമാണ് ജയറാമിനെ ഇങ്ങനെ പുഷ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അയാളെ ക്യാരക്ടർ സ്കോർ ചെയ്തുകൊണ്ട് പോകും. അതാണ്. അപ്പൊ അങ്ങനെ ചില ഘട്ടങ്ങളിൽ ഇതൊക്കെ വേണ്ടി വരും. നമ്മൾ ഈ
അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വിമർശനം കൊണ്ട് തന്നെ നിലനിൽക്കുന്ന സിനിമകളാണ് ഈ പറഞ്ഞ കഥാനായകരും ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുള്ള സിനിമയിലൊക്കെ ജയറാം ക്യാരക്ടർ അടിക്കുന്നു, ജയറാം ക്യാരക്ടർ ടോക്സിക് ആയ ഭർത്താവാണ് എന്നുള്ള ഒരു വിമർശനവും വരുന്നു. അതായത് ജയറാം ക്യാരക്ടർ ഒരു സ്ത്രീയെ അടിച്ചുകൊണ്ട് ചട്ടം പഠിപ്പിക്കുന്നു, പെരുമാറ്റം പഠിപ്പിക്കുന്നു എന്നുള്ളത്. അതിനോട് എങ്ങനെയാ പ്രതികരിക്കുക? ആ കറക്റ്റ്നെസ്സിനോട് എങ്ങനെയാ? അല്ല, അങ്ങനെ വേണമെന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു കഥ നമ്മൾ പറയുന്ന ഒരു കഥയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയെ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ സഹോദരിയെ ടോർച്ചർ ചെയ്യുന്നു, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതെ പിന്നെ ആഹാരം പോലും കൊടുക്കാതെ അമ്മയെ ടോർച്ചർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഒരു പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയാം. നമ്മളൊരു കഥ പറയുമ്പോൾ ആ കഥയുടെ വളർച്ചയ്ക്കും ആ കഥയുടെ ഒരു വിജയത്തിനും വേണ്ടി മെയിലും ഫീമെയിലും ഒക്കെ താഴെ മേലേക്കാവും. അതാവാതെ എങ്ങനെ കഥ പറയും? ഞാൻ ചോദിട്ടെ, നാടൻ പെണ്ണും നാട്ടുപുറമാണിയിലും സംയുക്ത വർമ്മയുടെ കൈ കിടന്ന് പാവ പോലെ കളിക്കുന്ന ആളാണ് ജയറാം. അതെന്താരും പറയാത്തത്? അവിടെ സ്ത്രീ മേധാവിത്വം വന്നില്ലേ? അത് പറയില്ല. എവിടെയെങ്കിലുമൊക്കെ ഈ ഒരാളെ അടിച്ചങ്ങോട്ട് ഈ ഞാനതിന് ഇപ്പൊ താങ്കൾ പറയുന്ന ഞങ്ങൾ സന്തുഷ്ടനുള്ള നായികയ്ക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു മറുപടി കൊടുത്തായിരുന്നു. ആ കുട്ടിക്ക് അന്ന് ഇതൊരു നിധിയായിരുന്നു. അങ്ങനെ റോള് 10-16 വയസ്സായ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിധി തന്നെയല്ലേ? എന്നോട് ചോദിച്ചത് ഈ റോള് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് കുട്ടി വില്ലിങ് ആണെങ്കിൽ ചെയ്യിച്ചോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നിധിയല്ലേ? അന്നത് നിധിയായിരുന്നു. ആ കുട്ടിയുടെ പെർഫോമൻസ് ആ സിനിമയിൽ അസാധ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു റോള് പിന്നീട് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് പല ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അത്രയും ശക്തമായൊരു കഥാപാത്രം, ഞാൻ പറയുന്നത് ജയറാമിന്റെ കഥാപാത്രത്തെ ഇങ്ങനെ മുള്ളയിൽ നിർത്തുന്ന സീക്വൻസ് ഉണ്ട് അതിനകത്ത്. അതൊന്നും നോക്കാതെ അതൊരു മെയിൽ ഡോമിനേഷൻ ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പൊ അതിന്റെ പിറകിൽ പ്രവർത്തിച്ച സംവിധായകനും അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെയൊക്കെ വേണോ? നമ്മളൊരു കലാരൂപം, ഒരു നോവൽ എഴുതുമ്പോൾ നമുക്ക് ആ ഫ്രീഡം വേണ്ടേ? ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രീഡം വേണ്ടേ? ഒരു കവിത എഴുതുമ്പോൾ അത് വേണ്ടേ? ഒരു നാടകം എഴുതുമ്പോൾ അത് വേണ്ടേ? നമ്മൾ അവനവൻ്റെ ജീവിതത്തിൽ കറക്റ്റായാൽ മതി. ആ ജീവിതത്തിൽ കയറി ടോർച്ചറിങ്ങും അതും ഇതും ഭയങ്കരമായിട്ട് പുരുഷ മേധാവിത്വമൊക്കെ കാണിക്കുന്നവനാണെങ്കിൽ അത് എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. ഈ ഫേസ്ബുക്കിൽ ഇടയ്ക്കിടെ ഇങ്ങനെ കുറിപ്പുകളൊക്കെ വരും. അതായത് എത്രയോ നൊസ്റ്റാൾജി ഉണർത്തുന്ന, ഗതകാല സ്മൃതി ഉണർത്തുന്ന ഓർമ്മകൾ, അല്ലെങ്കിൽ ചിരിയുടെ കൂമ്പാരം തന്ന സംവിധായകൻ ഇപ്പോൾ എവിടെ പോയി, ഇപ്പോൾ ആ രീതിയിലുള്ള സിനിമകൾ കാണുന്നില്ലല്ലോ, ആ രാജസേനൻ എവിടെ പോയി എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പറഞ്ഞ സിനിമകൾ, മേലെപ്പറമ്പ് വീട്, CID ഉണ്ണികൃഷ്ണൻ, അതുപോലെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രങ്ങളടക്കം ഈ സിനിമകളൊക്കെ വെച്ചിട്ടാണ് ഈ കുറിപ്പുകളൊക്കെ വരുന്നത്. മേഘസന്ദേശം ഒക്കെ അതിനൊരു വേഴ്സിറ്റാലിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ഡാർലിംഗ് വളരെ യങ് ഫ്ലവറുള്ള ഒരു സിനിമയാണ്. ശ്രീകൃഷ്ണപുരത്ത് എന്ന് വെച്ചാൽ സ്ത്രീകളുടെ മനസ്സ് തൊട്ടറിഞ്ഞൊരു സിനിമയാണ്. CID ഉണ്ണികൃഷ്ണനിലെല്ലാം കാരിക്കേച്ചറൊക്കെ സിനിമകൾ. മേലെപ്പറമ്പ് വീടിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതില്ല. അതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് ഏറെക്കുറെ സബ്ജക്ട് വൈസ്. ആ സംവിധായകൻ എവിടെ പോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ചകൾ വരും. പുതിയ സിനിമകൾ പണ്ടത്തെ സിനിമകളിൽ അത്ര പോരാ എന്നുള്ള രീതിയിലും ചർച്ചകൾ വരും. ഇത് കാണാറുണ്ടോ? അതൊരു ദുഃഖം ഉണ്ടാക്കാറുണ്ടോ? ഇതൊക്കെ കാണാറുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് സജീവമായിട്ട് ഉള്ള ഒരാളാണ്. എല്ലാ ട്രോളും കാണും, എല്ലാ പോസിറ്റീവായിട്ടുള്ളതും കാണും. ട്രോളെല്ലാം നെഗറ്റീവ് എന്നല്ല, ട്രോളിൽ തന്നെ പോസിറ്റീവായിട്ടുള്ളതുണ്ട്. നമ്മളെ ഒന്ന് മാറി ചിന്തിക്കാനും ഒന്നുകൂടെ ഒന്ന് ഗ്രോ ചെയ്യാനും ഒക്കെ ഉപകരിക്കുന്ന ട്രോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ കാണാതെ പോകത്തില്ല, കാണും. ചിലതിന് മറുപടി കൊടുക്കും, ചിലതിന്. ഈ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് 1-2 സിനിമകൾ ഇച്ചിരി മോശമായിരുന്നു. ഞാൻ അഭിനയിച്ചതല്ല. ഈ ഭാര്യ എന്ന മക്കൾ 3 ശേഷം ഞാൻ ഒരു സ്മോൾ ഫാമിലി, അതും വലിയ കുഴപ്പമില്ലാതെ പോയതാണ്. എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റ് 85 ലക്ഷം രൂപ സാറ്റലൈറ്റ് തന്നെ കിട്ടിയതാണ്. പക്ഷേ ഈ വേറെ 2 സിനിമകൾ, റേഡിയോ ജോക്കി, ഒരു 72 മോഡൽ. അതിൽ 72 മോഡൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും കറക്റ്റ് അറിയില്ല. ചിലർ പറയും എൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്, ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഈ റേഡിയോ ജോക്കിയുടെ കാസ്റ്റിങ് പാളിപ്പോയി. പിന്നെ റേഡിയോ ജോക്കിയുടെ സ്ക്രിപ്റ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തത്. എവിടെയോ ഒരു പ്രശ്നം അതിൻ്റെ സ്ക്രിപ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അത് പറയാറുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ഞാൻ ഏതോ സീരിയലിൽ അഭിനയിക്കാൻ പോയി, അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. അതിനിടയ്ക്ക് കോവിഡ് തരംഗം 3 വർഷം അത് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടാണ് ഈ ഞാനും പിന്നെ ഒരു ഞാനും ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ
ആ ബഡ്ജറ്റിൽ തന്നെ ഒരു കോമഡി ചിത്രം ചെയ്യാം. പക്ഷെ ഒരു 6 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഹീറോയെ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ആരെങ്കിലും വെച്ചൊരു കോമഡി ചിത്രം ചെയ്ത് പരാജയപ്പെട്ടു പോയാൽ രാജസേനന്റെ നർമ്മമെല്ലാം പോയി എന്നും ഈ നേരത്തെ ട്രോൾ ചെയ്തവരൊക്കെ തന്നെ വേറെ ഇയാൾ ഇനി വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലതെന്ന് എന്നെ പറയും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ത്രില്ലിങ് ഒരു സബ്ജക്റ്റ്, പകരം വയ്ക്കാൻ പറ്റാത്ത പോലത്തെ ഒരു കഥ, അതുപോലത്തെ ഒരു പെർഫോമൻസ്, അതൊരു പക്ഷേ പരാജയപ്പെട്ടാൽ ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം പറയുന്നത്, അല്ല ഇൻവെസ്റ്റ് ചെയ്തവരായിട്ട് അതുപോലൊരു കഥ കാരണം അവരെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നവരാണ് സാമ്പത്തികമായിട്ട്. അങ്ങനെ ഒരു സിനിമ ചെയ്താൽ ഒരു പക്ഷേ തിയേറ്റർ കളക്ഷൻ മോശമായാലും OTT കയറിക്കോളും. മാത്രമല്ല അന്ന് നമ്മൾ OTT വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. OTT സബ്ജക്റ്റ് ആണത്. അന്ന് കുറച്ച് ഓഫ് ബീറ്റ് പടങ്ങൾ OTT വർക്കാവുന്ന സമയമായിരുന്നു. ഇത് കുറച്ച് ഓഫ് ബീറ്റാണ്. പക്ഷെ അപ്പോഴാണ് ഈ അസോസിയേഷന്റെ തീരുമാനം വരുന്നത് എല്ലാ സിനിമകളും തിയേറ്ററിൽ റിലീസ് ചെയ്തതിനു ശേഷമേ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങി, ബഡ്ജറ്റിൽ നീങ്ങി. ബഡ്ജറ്റ് പിന്നെ റൈസ് ചെയ്യേണ്ടി വന്നു. പിന്നെ സ്ക്രിപ്റ്റിൽ കുറച്ചൊരു മാറ്റങ്ങൾ വരും, ഇച്ചിരി കൂടെ കളർഫുൾ ആക്കേണ്ടിയൊക്കെ വന്നു. അതുകൊണ്ടൊന്നും മോശം വന്നില്ല. ഒരു വലിയൊരു കുഴപ്പം വന്നത് 90 സ്റ്റേഷൻ റിലീസ് ചെയ്തു. അപ്പോൾ ഈ 6 വർഷമായിട്ട് ഡയറക്ഷൻ പോലും ചെയ്യാതിരുന്ന ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു സിനിമ 90 സ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബാധ്യതയായി മാറി. അത് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പുതിയ ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ്. അത് ആലോചിച്ചില്ല. എനിക്ക് ആ സമയത്തുള്ളൊരു ബിസിനസ് പിടികിട്ടിയില്ല. തിയേറ്ററിൽ ആളിനെ കയറ്റുന്നത് വരെ ആ സമയത്തുണ്ട്. അതിന് തിയേറ്റർ പ്രൊമോഷൻ ആലങ്കാരിക വേർഡുണ്ട്. എൻ്റെ അടുത്ത് പലരും വന്നത്, സാർ ഈ തിയേറ്റർ പ്രൊമോഷൻ ആരാ ചെയ്യുന്നത്? അപ്പം ഞാൻ വിചാരിച്ച് ഈ ബോർഡ് വയ്ക്കലൊക്കെ ആയിരിക്കും. അതല്ല സാർ, അതല്ല. ഇപ്പം എല്ലാ സിനിമയ്ക്കും ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ ആളെ കയറ്റുന്നതാണ്. അപ്പം ഈ 90 സ്റ്റേഷൻ എന്നുള്ളത് ഒരു 30 സ്റ്റേഷൻ ഇറക്കിയിരുന്നെങ്കിൽ പടം 2 ആഴ്ച അപ്പോഴും ഓടിയതാണ്. 25 ദിവസം ട്രിവാൻഡ്രത്ത് കളിച്ചായിരുന്നു. പക്ഷേ ബാക്കി 90 സ്റ്റേഷനിൽ എനിക്ക് 10-70 സ്റ്റേഷനൊക്കെ നിന്നുപോയി. അപ്പം നിന്ന കാര്യം മാത്രമല്ലേ പറയത്തുള്ളൂ, ഓടിക്കൊണ്ടിരിക്കുന്ന പറയത്തില്ല. ഇത് അവിടെ നിർത്തി, ഇവിടെ നിർത്തി, അവിടെ ആളില്ല, ഷോ നടന്നില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് ഇതങ്ങ് വന്നു. പക്ഷെ ഭാഗ്യത്തിന് ഒരു നല്ല OTT കിട്ടി, അവർക്ക് കൊടുത്തു. OTT പടം ഗംഭീരമായിട്ട് വരുമ്പോഴേക്കും അവരെന്തോ ഒരു കേസിൽ ഒക്കെ പെട്ട് OTT സ്റ്റോപ്പായി. സ്റ്റോപ്പായി. അത്യാവശ്യം എമൗണ്ട് അവിടെ കിടപ്പുണ്ട്, നമ്മുടെ കമ്പനിയുടെ എമൗണ്ട് അവിടെ കിടപ്പുണ്ട്. അതിപ്പോൾ അവരുടെ കേസ് സെറ്റിൽ ചെയ്താൽ അവർ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പോൾ മനോരമ മാക്സിൽ നമുക്കൊരു നല്ല ഓഫർ കിട്ടി. അതൊരു ഭാഗ്യം കൂടെയാണ്.